നമസ്കാരം ഫ്രണ്ട്സ്. എന്റെ പേര് വൈശാഖ് എന്നാണ്. നമ്മുടെ കേരള സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ലഹരിയുടെ ഉപയോഗം. മുതിർന്നവരും യുവാക്കളും സ്കൂൾ കുട്ടികളും അടക്കം ഇന്ന് ലഹരിയുടെ അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഒരു ഭീകരാവസ്ഥയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ കേരള സമൂഹത്തെ ഒരു ഭ്രാന്താലയമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ലഹരിയുടെ ഉപയോഗം. ഈ വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഈ സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ അതിശക്തമായി നമ്മൾ പ്രതികരിക്കണം. എല്ലാവരും ഇതിന് എതിരായിട്ട് രംഗത്ത് വരണം. യുവാക്കളെന്നോ മുതിർന്നവരെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ എല്ലാവരും ഈ വിപത്തിനെതിരെ രംഗത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്കിത് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ, ഇത് തടയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തെ തീർച്ചയായും ഇത് കാർന്ന് തിന്നും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇറ്റ്സ് ഹൈ ടൈം വി ഷുഡ് ആക്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു 80% കാരണം ഈ ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. ഈ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഭീകരാവസ്ഥ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. അതായത് ഒരു കണ്ണിച്ചവരെ ഇല്ലാതെ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വരെ കൊന്നൊടുക്കുന്ന മക്കൾ, അതേപോലെ നിസ്സാര കാര്യത്തിന് പോലും സഹപാഠികളെയും അതേപോലെ സ്വന്തം സുഹൃത്തുക്കളെയും കൊന്നില്ലാതാക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളും, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ ദിനം പ്രതി വാർത്തകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വളരെ ഭീകരാവസ്ഥയല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതൊരു ഭീകരാവസ്ഥ തന്നെയാണ്. ഈ ലഹരിയുടെ ഉപയോഗം തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇനി രക്ഷയില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുക. ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിങ്ങുമായിട്ട് നമ്മൾ ഓരോ ആളുകളും ഇറങ്ങിത്തിരിക്കുക. എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ ഇറങ്ങിത്തിരിക്കുക. അവരെ കൊണ്ട് ആവുന്ന പോലെ നമ്മൾ ഈ ലഹരി ഉപയോഗത്തിന് എതിരായിട്ട് അതിശക്തമായിട്ട് പ്രതികരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. നമ്മുടെ സമൂഹത്തെ ഈ ലഹരിയുടെ, ഈ വിപത്തിന്റെ, ഈ രാക്ഷസന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേരള സമൂഹത്തിന് ഇനി രക്ഷയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുള്ള ഭീകരാവസ്ഥ കാണിക്കുന്ന ഈ വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലെ 10 പേർക്കാണ് HIV സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് HIV രോഗബാധയ്ക്ക് പിന്നിലെന്ന് ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ലൈംഗിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടയിൽ നടത്തിയ സർവേയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്നത്. സ്ക്രീനിംഗിന്റെ ഭാഗമായ ഒരാൾക്ക് HIV സ്ഥിരീകരിച്ചതോടെയാണ് ഇയാൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തിലേക്ക് അന്വേഷണം നീണ്ടത്. പിന്നാലെ ഇവരിൽ നടത്തിയ പരിശോധനയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 9 പേർക്ക് കൂടി HIV സ്ഥിരീകരിച്ചു. ഇവർ ഒരേ സൂചി ഉപയോഗിച്ച് ലഹരി പങ്കിട്ടതായും സൂചികൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചതായും കണ്ടെത്തി. നിങ്ങൾക്കറിയാം, ഇത് വളരെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചിരിക്കുന്നത്. അതായത് ഈ നമ്മുടെ കേരളത്തിലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഈ ലഹരി സംഘങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇടയിൽ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നൊരു റിപ്പോർട്ടാണിത്. അതായത് ഇതിന്റെ ഈ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഫലം എന്താണെന്ന് വെച്ചാൽ 10 പേരാണ് HIV പോസിറ്റീവ് ആയിരിക്കുന്നത്. അതായത് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിൽ, ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിൽ നടത്തിയ ഈ പരിശോധനയിൽ 10 പേരെയാണ് HIV പോസിറ്റീവായിട്ട് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ഒരാളെ കണ്ടെത്തി, സ്ക്രീൻ ചെയ്ത സമയത്ത് ഒരാൾക്കുണ്ടെന്ന് ഉറപ്പായി. വീണ്ടും അയാളുടെ കോണ്ടാക്റ്റുകൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ബാക്കി ഒരു 9 പേരെയും കൂടെ കണ്ടെത്തിയതും. അങ്ങനെ അവരെ പരിശോധിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് അവർക്കും HIV പോസിറ്റീവ് വന്നിരിക്കുകയാണ് എന്നുള്ളൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഒരേ സിറിഞ്ച് തന്നെ മാറി മാറി ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് ഈ രോഗം പിടിപെട്ടെന്നാണ് പറയുന്നത്. അതായത് ഏതോ ഒരാൾക്ക് ആദ്യം ഈ ഒരു എയ്ഡ്സ് ഉണ്ടായിരുന്നു, ഈ മാരക രോഗം ഉണ്ടായിരുന്നു. അപ്പം അത് മാറി മാറി ഒരേ സിറിഞ്ച് തന്നെ, ഇയാൾ ഉപയോഗിച്ച സിറിഞ്ച് തന്നെ മാറി മാറി ഇവരുടെ ഇടയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർക്ക് 10 പേർക്കും ഈ ഒരു എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇതാണ് ലഹരിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഭീകരമുഖം വ്യക്തമാക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ വാർത്ത. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ കേരളത്തിനെ വളരെ വലിയ ഒരു അപകടത്തിലേക്കാണ് ഈ ലഹരി ഉപയോഗം തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുത നമ്മൾ തിരിച്ചറിയുക. നമ്മളെല്ലാവരും ഈ ലഹരിക്കെതിരായിട്ട് ക്യാമ്പയിനിങ്ങുമായിട്ട് ഇറങ്ങുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ മദ്യമായിക്കോട്ടെ, മയക്കുമരുന്ന് ആയിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പുകയില ആയിക്കോട്ടെ, ഏത് ലഹരി വസ്തുക്കളും ആയിക്കോട്ടെ,
ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഇന്ന് വരെ ഒരു മനുഷ്യനും നന്നായിട്ടില്ല. മറിച്ച് പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ളത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ്. കുടുംബം പോറ്റേണ്ട ഗൃഹനാഥന്മാര് ഈ മദ്യത്തിനും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമയായി പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും എന്നതിന് ഒരു സംശയവുമില്ല. ഒരു നിമിഷ നേരത്തെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷ നേരത്തെ ആനന്ദം കിട്ടുമായിരിക്കും. പക്ഷേ അത് ദീർഘഭാവിയിലേക്ക് അവനവനെ തന്നെ നശിപ്പിക്കുകയും അവനവന്റെ കുടുംബത്തെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളെ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്നവരെ തന്നെ ഇല്ലാതാക്കുകയാണ്. അതേപോലെ അവരുടെ കുടുംബാംഗങ്ങളെ ഇല്ലാതാക്കുകയാണ്. അതേപോലെ അവരുടെ സമൂഹത്തെയും നശിപ്പിക്കുകയാണ്. ഈ സത്യാവസ്ഥ തിരിച്ചറിയുക. എന്നിട്ട് ലഹരിക്കെതിരായിട്ട് അതിശക്തമായിട്ട് നമ്മൾ പോരാടുക. ഈ ലഹരി വസ്തുക്കൾക്ക് പ്രത്യേകിച്ചും കഞ്ചാവിനൊക്കെ അടിമയായി പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അച്ഛനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത ഒരു ഭീകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവരേതോ ഒരു ലോകത്താണ്. അവർക്ക് ആരെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പം അവരെന്തും ചെയ്യാൻ തയ്യാറാകുകയാണ്. സ്വന്തം കുടുംബാംഗങ്ങളെ പോലും ക്രൂരമായ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുകയാണ്. ഈ കഞ്ചാവിനൊക്കെ അടിമയായി പോയിട്ടുള്ളവർ. ഇതൊരു ഭയങ്കര ഒരു ഭീകരമായ അവസ്ഥ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. അതുപോലെ നമ്മുടെ ഈ സ്കൂൾ കോളേജുകളിലൊക്കെ ഈ സ്കൂൾ കുട്ടികൾക്കിടയിലും കോളേജ് കുട്ടികൾക്കിടയിലും ഒക്കെ ഈ ലഹരി ഉപയോഗം, പ്രത്യേകിച്ചും മദ്യം മയക്കുമരുന്ന് പോലുള്ള ലഹരിയുടെ ഉപയോഗം പെരുകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം ഒരുത്തൻ തുടങ്ങി വെക്കും. ഒരുത്തന് ശീലം ഉണ്ടാവും. ഈ മദ്യം ഉപയോഗിച്ചും മയക്കുമരുന്ന് കഴിച്ചൊക്കെ ശീലം ഉണ്ടാവും. പിന്നെ അവനെന്ത് ചെയ്യും? അവന്റെ കൂട്ടുകാരെ ഇതിലേക്ക് അങ്ങോട്ട് വലിച്ചിഴയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ ഇവനെന്ത് ചെയ്യും? ഇവന്റെ ഈ ശീലത്തിലേക്ക് അങ്ങോട്ട് വലിച്ചഴിക്കും. എന്ത് പറഞ്ഞിട്ടാണ്? അതായത് ലഹരി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആണുങ്ങളാവുള്ളൂ പോലും. അതായത് ആണുങ്ങളായാൽ കുറച്ചൊക്കെ ലഹരി ഉപയോഗിക്കണം, കുറച്ചൊക്കെ മദ്യം കഴിക്കണം, മയക്കുമരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് ഈ നിരപരാധികളായിട്ടുള്ള സഹപാഠികളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഇതിലേക്ക് വലിച്ചഴിക്കും. അതായത് കഴിക്കാനായിട്ട് നിർബന്ധിപ്പിക്കും. അവരങ്ങ് കഴിച്ചു തുടങ്ങിയ ശേഷം എന്താ? അവർക്ക് ഇത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങ് പോകും. പിന്നീട് അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അടിമപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ദുഷ്കരം എന്ന് വെച്ചാൽ വളരെ ദുഷ്കരമാണ്. സ്കൂൾ കുട്ടികളായാലും കോളേജ് കുട്ടികളായാലും യുവാക്കളായാലും ആരായാലും ഒരു തീരുമാനം എടുക്കുക, ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. ആര് നിർബന്ധിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ ലഹരി വസ്തു തൊടില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ മതി. ഈ ലഹരി ഉപയോഗിക്കാതെയുള്ള സൗഹൃദങ്ങൾ മതി എന്ന് തീരുമാനം എടുക്കുക. അതായത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നേടുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് കിട്ടുന്ന ആ ഒരു ആനന്ദം വേണ്ട. അങ്ങനെയുള്ള സൗഹൃദങ്ങളും വേണ്ട. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന സൗഹൃദങ്ങൾ വേണ്ട എന്ന് തീരുമാനം എടുത്താൽ തന്നെ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇത്. ഒരു വലിയ പരിധി വരെ, പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾക്കിടയിലും കോളേജ് കുട്ടികൾക്കിടയിലും അത് നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ നമ്മുടെ കേരളത്തില് ഈ ലഹരിക്കടത്ത്, അതായത് കഞ്ചാവ് മയക്കുമരുന്നിന്റെ ഒക്കെ കടത്ത് ഒളിഞ്ഞും മറഞ്ഞുമായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ലഹരി മാഫിയ സംഘം വളരെ പരസ്യമായിട്ടും തെളിഞ്ഞും വരെയാണ് ഈ ഒരു ലഹരിക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിത്യേന വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ മൂലം പരസ്പരം കൊന്ന് ചാവുന്നവര്, അതേപോലെ പരസ്പരം കൈയും കാലും വെട്ടുന്നവര്, അങ്ങനെ നമ്മൾ എത്ര വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ മൂലം നടക്കുന്ന കൊലപാതകങ്ങൾ എത്ര എണ്ണമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ലഹരി സംഘങ്ങള്, ലഹരി മാഫിയകള് നമ്മുടെ സമൂഹത്തിൽ സജീവമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തൃശ്ശൂർ പെരുമ്പിലാവിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള വഴക്ക് മൂലം, അവർ തമ്മിലുള്ള വൈരാഗ്യം മൂലം ഒരാളെ വെട്ടിക്കൊന്നു. ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളെ തന്നെ വെട്ടിക്കൊന്നിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സജീവമാണ് ലഹരി മാഫിയ. ഈ ലഹരി മാഫിയയെ അടിച്ചമർത്താതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ തന്നെ സാധിക്കുകയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം ലഹരി മാഫിയക്കെതിരെ. കാരണം ഈ ലഹരി മാഫിയാണ് കഞ്ചാവും മയക്കുമരുന്നും പോലുള്ള അതിതീവ്രമായിട്ടുള്ള ലഹരി വസ്തുക്കൾ സ്കൂൾ കുട്ടികളിലേക്ക് വരെ എത്തിക്കുന്നത്. കോളേജ് കുട്ടികളിലേക്കും സ്കൂൾ കുട്ടികളിലേക്കും വരെ എത്തിക്കുന്നത് ഈ ലഹരി മാഫിയകളാണ്. അവർക്ക് പല നെറ്റ്വർക്കുകളുണ്ട്. ഈ നെറ്റ്വർക്കുകൾ വഴി ഇവര് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുകയാണ്. അവരുടെ പ്രവർത്തനം വളരെ ആക്റ്റീവാണ്. ഈ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ആ ഒരു ചെയിൻ മുറിക്കാതെ നമുക്ക് രക്ഷയില്ല. നമ്മുടെ കേരള സമൂഹത്തിന് രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് ഈ ലഹരി മാഫിയ സംഘത്തെ അടിച്ചമർത്തേണ്ടത് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പോലീസിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അവരത് തീർച്ചയായിട്ടും ചെയ്യണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ലഹരി മാഫിയയെ ഇനിയെങ്കിലും തടഞ്ഞില്ല എങ്കിൽ, അവരുടെ പ്രവർത്തനത്തെ നമുക്ക് തടയിടാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ കേരളത്തെ നമുക്ക് ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മൾ യുവാക്കളായാലും മുതിർന്നവരായാലും സ്കൂൾ കുട്ടികളായാലും എല്ലാവരും
ഈ ലഹരിക്ക് എതിരായിട്ട് ബോധവൽക്കരണമായിട്ട് മുന്നോട്ട് വരണം. അതായത് നമ്മൾ സ്വയം തിരിച്ചറിയണം ഈ ലഹരിയുടെ അപകടാവസ്ഥ എത്രമാത്രം ഭീകരമാണ്. എന്നിട്ട് നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. നമ്മൾ ലൈഫിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ അതിശക്തമായിട്ടുള്ള പ്രതിജ്ഞ എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്? ലഹരി ഉപയോഗിച്ചാൽ ഒരു അല്പസമയത്തേക്കുള്ള ഒരു ആനന്ദം കിട്ടുമെന്നാണ് പറയുന്നത്. ആർക്കറിയാം? അതും അറിയില്ല. അത് നമുക്ക് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും ശരി, ഈ ഒരു ലഹരി എന്ന് പറയുന്ന ആ ഒരു വസ്തുക്കൾ, അതായത് മദ്യമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ, ഏത് തരം ലഹരി വസ്തുവായാലും നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് വെറുതെ പറയുന്നതല്ല. അതൊരു സിനിമാ വാചകം മാത്രമല്ല, അതൊരു വളരെ സത്യാവസ്ഥയാണ്. അത് നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തെ തിരിച്ചറിഞ്ഞ് അതിനെതിരായിട്ട് അതിശക്തമായിട്ട് നമ്മൾ ക്യാമ്പയിനിങ് ചെയ്യുക. സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും നമ്മുടെ ജോലി രംഗത്തും എല്ലായിടത്തും നമ്മൾ ഇതിനെതിരായിട്ട് അതിശക്തമായിട്ട് ക്യാമ്പയിനിങ് ചെയ്യുക. നാർക്കോട്ടിക്സ് ഇറ്റ്സ് എ വെരി വെരി ഡേർട്ടി ബിസിനസ് ആണ്. അത് ഒരിക്കലും ആരും പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. ഒരു തരത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആരും കടക്കാൻ പാടില്ല. അതിനെതിരായിട്ട് നമ്മൾ ഓരോരുത്തരും ശക്തമായിട്ട് നീങ്ങുകയാണ് വേണ്ടത്.